ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്തവക്കുൽ സ്വാദിഖ്, സത്യസന്ധമായ തവക്കുൽ. അതായത് അള്ളാഹുവിൽ നമ്മൾ സത്യസന്ധമായി ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു ഓഫറുണ്ട്. ഖുർആനിലെ 65-ാം അധ്യായം സൂറത്തു ത്വലാഖ് 3-ാമത്തെ വചനം, വമൻ യതവക്കൽ അലല്ലാഹ്, ആരാണോ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചത്, ഫഹുവ ഹസ്ബുഹ്, അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ്. അപ്പോൾ സത്യസന്ധമായി ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് ഈ സത്യസന്ധമായ ഭരമേൽപ്പിക്കൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ചെയ്യുന്നതിന് മുമ്പ്, അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് എല്ലാം നമ്മുടെ റബ്ബിൽ ഏൽപ്പിക്കുക, അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിലേക്ക് ആ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളോട് കൽപ്പിക്കപ്പെട്ട സബബുകൾ, കാരണങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക. ഇപ്പോൾ ഉപജീവനം ലഭിക്കണമെങ്കിൽ നമുക്ക് ജോലി വേണം, അല്ലേ? അപ്പോൾ ജോലി നമ്മൾ ചെയ്യണം. ഇതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നാം ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവിൽ സത്യസന്ധമായി ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി തഖ്വല്ലാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവന് അള്ളാഹു ഒരു പോംവഴി, അതായത് അകപ്പെട്ട പ്രയാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുമെന്നാണ്. അപ്പോൾ തഖ്വ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. തഖ്വ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ടതില്ല, നമ്മളൊക്കെ ധാരാളം തവണ കേട്ട ഒരു പദപ്രയോഗമാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ, നമ്മളോട് കൽപ്പിച്ച സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളുണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക. അപ്പോൾ കൽപ്പിക്കപ്പെട്ട, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയായി നമുക്ക് കിട്ടിയ സൽക്കർമ്മങ്ങളും നിർബന്ധമായ കാര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ സൂക്ഷിച്ചു പോരുകയും ഹറാമായ സർവ്വ കാര്യങ്ങളോടും നമ്മൾ വിട പറയുകയും വിട്ടു നിൽക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ അള്ളാഹുവിങ്കിൽ നിന്ന് ബറക്കത്ത് കിട്ടും. മനസ്സിലായല്ലോ? രണ്ടത്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക. അതേപോലെ നമ്മുടെ കുടുംബബന്ധം നമ്മൾ ചാർത്തുകയും ചെയ്യുക, കുടുംബബന്ധം വിളക്കി ചേർക്കുക. മാതാപിതാക്കൾക്ക് നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ, നന്മകൾ നമ്മൾ വർദ്ധിപ്പിച്ച് ചെയ്യുക, അല്ലേ? ഇമാം മുസ്ലിം അതേപോലെ ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവാചക വചനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ആർക്കെങ്കിലും തൻ്റെ ഉപജീവനത്തിൽ വിശാലത ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസ്ഖിൽ ഒന്നുകൂടെ വിശാലത ലഭ്യമാകണം എന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, വ അൻ യുൻസഅ ലഹു ഫീ അഥരിഹി, തൻ്റെ ആയുസ്സിൽ അവന് ദീർഘായുസ്, ആയുസ്സിൽ വർധനവ് കിട്ടണമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്, ഫൽയസ്വിൽ റഹിമഹു, അവൻ്റെ കുടുംബബന്ധം അവൻ ചാർത്തിക്കൊള്ളട്ടെ. ഇപ്പോൾ ധാരാളം ആളുകൾക്ക് വീഴ്ച പറ്റുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഇത് കുടുംബബന്ധം ചാർത്തുകയാണെങ്കിൽ നമുക്ക് റിസ്കിൽ വിശാലത കിട്ടും, ആയുസ്സിൽ ദൈർഘ്യം കിട്ടും. മൂന്നത്. നാലാമതായി നമുക്ക് ധാരാളമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? റബ്ബിന് ശുക്ർ ചെയ്യാം. അള്ളാഹുവിന് നമ്മൾ ശുക്ർ വർദ്ധിപ്പിക്കുക, ഹംദുകൾ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതേപോലെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് ധാരാളമായി ശുക്ർ ചെയ്യാനുള്ള ഒരു മനസ്സും ശുക്ർ ചെയ്യാനുമൊക്കെ നമുക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ, വീണ്ടും വീണ്ടും അള്ളാഹു നമുക്ക് ധാരാളമായി തരും.